ഗ്രീക്ക് പഴമയിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗ കവാടത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള മാലാഖമാർ അയാളുടെ 2 അവയവങ്ങൾ പരിശോധിക്കും. 1 ഹൃദയം, 2 പാദങ്ങൾ. ഒരാളുടെ ഹൃദയം ആർക്കു വേണ്ടിയും തുടിക്കാതെ മിടിക്കാതെ സുഭദ്രമായി സുന്ദരമായി നിലകൊള്ളുന്ന ഹൃദയമാണെങ്കിൽ അയാൾക്ക് സ്വർഗം നിഷേധിക്കപ്പെടും. അയാളുടെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി മിടിച്ചും തുടിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞും വികൃതമായി പോയ ഹൃദയമാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിന് ഇടമുണ്ട്. പാദങ്ങൾ ആർക്കു വേണ്ടിയും ചരിക്കാതെ ആരുടെയും ജീവിതത്തിലേക്ക് നടന്നു ചെല്ലാതെ സുഭദ്രമായി സുന്ദരമായി നിൽക്കുന്ന പൂവിതൾ പാദങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇനി നരകത്തിലാണ് ഇട. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അലഞ്ഞു നടന്ന് തേഞ്ഞു തീർന്ന പാദങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കിനി ഇടം സ്വർഗത്തിലാണ്. പഴയ നിയമത്തിലെ സുന്ദരമായ വാചകം ഇങ്ങനെ: ദൈവം നിന്റെ ഹൃദയം തൂക്കി നോക്കുന്നുണ്ട്. ദൈവം ഹൃദയം തൂക്കി നോക്കുമ്പോൾ ഹൃദയത്തിന്റെ കനമായി മാറേണ്ടത് എന്താണ്? കരുണാർദ്രത. നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ മനസ്സിന്റെ കനമാണ്. ബുദ്ധിയുടെ കനം വെച്ചതുകൊണ്ട് സ്വർഗത്തിൽ ഇടം നേടാൻ പറ്റുകയില്ല. ഹൃദയത്തിന് കനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കരുണയും സ്നേഹവും ആർദ്രഭാവങ്ങളും ഹൃദയത്തിൽ വന്നു ചേരണം. അങ്ങനെ ഹൃദയാർദ്രതയുടെ കനമുള്ള ഹൃദയങ്ങളാണ് സ്വർഗത്തിൽ ഇടം കണ്ടെത്തുന്ന ഹൃദയങ്ങൾ. ഇനിയൊന്ന് ചോദിക്കുക, തലക്കനമാണോ ഹൃദയത്തിന്റെ ഉള്ള ഭാവം മാറ്റിയുള്ള കനമാണോ വന്നു ചേർന്നിട്ടുള്ളത്? ഇതൊരു സുന്ദരമായ ധ്യാനത്തിലേക്ക് നയിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈജിപ്തുകാരുടെ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന അതിപ്രാചീന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. മരണാനന്തരം ഒരാളുടെ ഹൃദയമാണത്രേ അളന്നു നോക്കുക. അളന്നു നോക്കുന്നത് ഒരു തുലാസിൽ വെച്ചാണ്. തുലാസിലെ മറ്റേ തട്ടിൽ നീതിയുടെ ഒരേ ഒരു തൂവൽ, ആ തൂവലിന്റെ ഭാരത്തോടൊപ്പം നിൽക്കണം. ഇപ്പുറത്ത് നമ്മുടെ ഹൃദയവും. ഹൃദയത്തിന് ഭാരം ചേർക്കുന്നതും കരുണാർദ്രതയും സ്നേഹവും ഒക്കെയാണ്. അപ്പോൾ ബുദ്ധി മാത്രം വികസിച്ച ഒരാളുടെ ഹൃദയം ഒരു പക്ഷേ പള്ളയായി പോകാം. അയാൾക്കിനി സ്വർഗത്തിലിടമില്ല. സ്വർഗത്തിലേക്ക് ഒരാൾക്ക് പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ അഹന്തയുടെയും മറ്റും ഭാവങ്ങൾ മാറ്റി നിർത്തി ഹൃദയത്തിൽ കുറച്ചുകൂടി കനിവും കാരുണ്യവും സ്നേഹവും ചേർത്ത് വെക്കണം. എനിക്ക് ദൈവം ഹൃദയം അളന്നു നോക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമോ, ഇടം കണ്ടെത്താനാവുമോ എന്നൊരു ചോദ്യം വീണ്ടും വീണ്ടും ഹൃദയത്തിൽ ആവർത്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട ചങ്ങാതി, ഹൃദയത്തിൻ്റെ ഒരു യാത്ര വീണ്ടും നേരുന്നു.